നമസ്കാരം. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്നവരാണ് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ. പ്രാരാബ്ദങ്ങൾ നിറഞ്ഞ ജീവിതയാത്രയിൽ അവർ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്താറുണ്ട്. അത്തരത്തിലൊരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ന്യൂസ് ഡയറി കേരളം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദാഹജലവും ലഘുഭക്ഷണവും വിതരണം ചെയ്യുകയാണ് വർക്കലയിലെ ബസ് തൊഴിലാളികൾ. തൊഴിൽ സംരക്ഷണവും സുരക്ഷയും നൽകുന്ന ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CATUവിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇവിടെ നടന്നു വരുന്നത്. പ്രിയമുള്ള ഭക്തജനങ്ങളെ, എല്ലാ വർഷവും ആറ്റുകാലമ്മയുടെ പൊങ്കാല നടക്കുന്ന സമയം CATUവിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണം പാനീയവും നൽകുന്ന പതിവുണ്ട്. ഈ വർഷവും ഞങ്ങളത് ഭംഗിയായി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടത്തുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ. CATUവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും പൊങ്കാല കഴിഞ്ഞ ഭക്തജനങ്ങൾക്ക് നമ്മൾ ലഘുഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇത്തവണയും ബസ് തൊഴിലാളികളുടെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിലും ഇത്തരം പരിപാടിയുമായിട്ട് CATU സമൂഹത്തിന് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അപ്പോൾ ഈ പുണ്യപ്രവർത്തിക്ക് നേതൃത്വം നൽകിയ CATUവിൻ്റെ വർക്കല ഏരിയ സെക്രട്ടറിയാണ് സഹൽ. എല്ലാ വർഷവും ഇത്തരത്തിൽ നടത്തി വരാറുണ്ട്. എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. ഇപ്പോൾ 8 വർഷം കൊണ്ട് ഇത് നടത്തി വരികയാണ്. ബസ് ഫെഡറേഷൻ CATU വർക്കല ഏരിയ കമ്മിറ്റി നേതൃത്വത്തിലാണ് ഈ വർഷം നടത്തി വന്നത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഇത് നമ്മുടെ ബസ് ഫെഡറേഷൻ്റെ CATUവിൻ്റെ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR ബിജു ആണ്. വൈസ് പ്രസിഡന്റ് നിതിൻ. കൂടാതെ നിങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്ന് ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് മടങ്ങിയെത്തിയ ഭക്തജനങ്ങൾക്കാണ് ഇവരുടെ നേതൃത്വത്തിൽ ദാഹജലവും ലഘുഭക്ഷണവും ഒരുക്കിയത്. പിന്നെ ഇതിൽ നമ്മളോട് സഹകരിച്ച തൊഴിലാളികളുണ്ട്, ഉടമകളുണ്ട്, നാട്ടുകാർ, എല്ലാവർക്കും CATU ബസ് ഫെഡറേഷൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു.